ഒരു 2 മാസം 3 മാസമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞത് ആ പ്രൊജക്റ്റിന് ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അച്ചായൻ മുങ്ങി. ശരിക്കും നിങ്ങളടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ അറിഞ്ഞതനുസരിച്ച് ഏകദേശം 84 കമ്പനി സൈബർ പാർക്കിൽ സ്പേസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ക്യൂലുണ്ട്. രാത്രി 4:30 വിമൻസ് അല്ലെങ്കിൽ വിമൻസ് ടീം ബീച്ചിൽ ഓപ്പൺ ആയിട്ട് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ചോദിച്ചില്ല. അപ്പോൾ കാഫിൻ്റെ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഓപ്പൺ ആണ്. സോ കാഫിറ്റ് ഇതിനേക്കാൾ ഓപ്പൺ ആയിരിക്കുന്നത്. കാഫിറ്റ് ഓപ്പൺ ആണ്, ഇൻഫിനിറ്റ് ഓപ്പൺ സോഴ്സ് ആണ്. വെൽക്കം ഗഫൂഗ. അപ്പോൾ IOSS ഇൻഫിനിറ്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് LLP റൈറ്റ് 14 വർഷമായി ഒരു IT ഫേം കാലിക്കറ്റിൽ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്ങനെയായിരുന്നു ബിഗിനിങ് ഇപ്പോൾ ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ? IOSS എന്ന് പറയുന്നതിന് മുന്നേ IOSSൻ്റെ എന്താ പറയുക ഫൗണ്ടേഴ്സായിട്ടുള്ള 5 പേര് IOSS തുടങ്ങുന്നതിന് മുന്നേ വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൽ 2007 നമ്മൾ പാസ് ഔട്ട്, എല്ലാവരും 2007 പാസ് ഔട്ട് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ അവർ ക്ലാസ്മേറ്റ്സ് അല്ലേ? ക്ലാസ്മേറ്റ്സ് ആണ്, പക്ഷേ 3 പേരെ ക്ലാസ്മേറ്റ്സ് ഉള്ളൂ. ഒന്ന് പറയുകയാണെങ്കിൽ മജീദ് ക്ലാസ്മേറ്റ്സ് ആണ്, പവൻ ക്ലാസ്മേറ്റ്സ് ആണ്, ബാക്കി 2 അശോക് ആൻഡ് അമീൻ. അവർ 2 പേരും നമ്മളെ പ്രീവിയസ് കമ്പനി മേറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്ട് ജോബിലായിരുന്നു ഞങ്ങൾ 5 പേരുണ്ടായിരുന്നത് പ്രീവിയസ് കമ്പനിയിൽ. അവിടെ നിന്ന് വർക്ക് തീർന്നു പറഞ്ഞാൽ പ്രൊജക്റ്റ് തീർന്നു, പിന്നെ വേറെ ജോലി നോക്കണം. അപ്പോൾ ആ ജോലി നോക്കണം എന്നുള്ള ഇതിൽ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒരു റൂമിൽ, പണ്ട് അങ്ങനെയായിരുന്നു, ഒരു ബാച്ചിലർ ലൈഫാണല്ലോ, ഒരുമിച്ചായിരുന്നു. ആ ജോലി പ്രീവിയസ് ജോലി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ജോലിയായിരുന്നു. രാത്രി 7 മണിക്കാണ് സ്റ്റാർട്ടിങ്, നൈറ്റ് ഷിഫ്റ്റാണ്. രാത്രി 7 മണിക്ക് വരും, രാവിലെ 8 മണിക്കാണ് പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുക. സെക്കൻഡ് ബാച്ച് വരുമ്പോഴാണ് നമ്മൾ കയറിച്ചില്ല. അപ്പോൾ അങ്ങനെ റൂമിൽ വന്ന് ഇങ്ങനെ അതിന് ശേഷം വേറെ ജോലി നോക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറേ ജോലിയും PSC ഒക്കെ അപ്ലൈ ചെയ്തു. പക്ഷേ ജോലിയൊന്നും കിട്ടിയില്ല. അത് നമ്മളെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ടിട്ടെല്ലാം നമ്മളെ ഇപ്പോഴും പേര് ഓർമ്മിക്കുന്നുണ്ട്, മുനീർ, നമ്മൾ അമീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, NIT വർക്ക് ചെയ്യുക. അവിടെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്, NIT TBI എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ NIT കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അമീനോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ തുടങ്ങാം, വേറെ ഇതൊന്നുമില്ലല്ലോ, എയിമും ഇതൊന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ NIT പോയി, അവിടെ പ്രീതി മാഡത്തെ കണ്ടു. എങ്ങനെയാണ് ഒരു കമ്പനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനൊക്കെ ചോദിച്ചു. പറഞ്ഞു ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ തരാൻ പറഞ്ഞു. നമുക്ക് പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്താണെന്ന് പോലും അറിയാതെയാണ് നമ്മളവിടെ ചെല്ലുന്നത്. പിന്നെ അവിടെ പോയി ഒരു ഡേറ്റ് തന്നു, ഇന്ന ദിവസം പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കമ്പനി എന്താണെന്നുള്ളതൊന്നും പേരൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ആകെ ഉണ്ടായിരുന്നു ഓപ്പൺ സോഴ്സ് അറിയാം, PHP എന്താണ് PHP, അതാണ് നെയിമിലേക്ക് വന്നത്. ഒരു ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഒരു സംരംഭം തുടങ്ങാന്ന് പറഞ്ഞാൽ എന്താ, എവിടെ നിന്നാണ് അതിന്റെ ധൈര്യമൊക്കെ ശരിക്കും? അത് ധൈര്യമല്ല, അതൊരു എടുത്തുചാട്ടമായിരുന്നു തന്നെ പറയാം. അത് ധൈര്യത്തിലും ഉപരി ആ സമയത്ത് ഒരു ജോലി വേണം എന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജഡ് ആവണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് എടുത്ത് ചാടിയത്. പിന്നെ 5 പേർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്ന് ചെയ്യുന്നതിന് മുന്നേ പ്രൊജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ A to Z നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിപ്പിടിച്ചു. അവിടെ പോയി പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ധൈര്യം കുറയും. അപ്പോൾ ആദ്യം ഒന്ന് ഫസ്റ്റത്തിൽ കയറാൻ വേണ്ടിയിട്ട് പ്രീതി മേഡം വിളിച്ചു. നമ്മൾ കയറിയില്ല, ഒന്ന് പേടിച്ചിട്ട് അവരുടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തതിൽ കയറി പറഞ്ഞു. പിന്നെ ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഉള്ളിൽ കയറിയപ്പോൾ സംഭവം തീരുമാനമായി. ഈ കയറി സംസാരിച്ചു, അവരൊക്കെ ഇംഗ്ലീഷിൽ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. നമ്മളെന്താ ചെയ്ത്, നമ്മൾ പച്ച മലയാളത്തിൽ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അതിലവർ വീണു. അങ്ങനെ അവിടെ ഇൻക്യുബേഷനിൽ സ്പേസ് കിട്ടി. അപ്പോൾ പല രീതിയിൽ വർക്ക് നോക്കി, കോളേജ് പ്രൊജക്റ്റുകൾ ചെയ്തു, കുറച്ച് വെബ്സൈറ്റുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്താ പറയുക കിട്ടി. ഇവിടെ എനിക്ക് തോന്നുന്നു codancherrycollege.com അതാണ് നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ്. കോടഞ്ചേരി കോളേജിനുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഫസ്റ്റ് വെബ്സൈറ്റ്. മേപ്പാടി പോളിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻസ് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തു.
അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഇതിലാണ് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. പിന്നെ അവിടെ ഒരു കൃഷ്ണേട്ടൻ്റെ കടയിൽ പറ്റുണ്ടായി, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു എൻക്വയറി വന്നു. എവിടുന്ന്? ഒരു ഛത്തീസ്ഗഡിലൊരു പള്ളിയിലച്ഛൻ. ആള് തന്ന എൻക്വയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ട്രീ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഫാമിലി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ ഫാദറിൻ്റെ ഫാദർ ആരാണ്, എൻ്റെ റൂട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു ചെയിൻ പോലുള്ള സംഭവം. അങ്ങനെയുള്ളൊരു സിസ്റ്റം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു എൻക്വയറി വന്നു. ഒരു റെഫറൻസിലൂടെ വന്ന എൻക്വയറിയാണ്. ആ എൻക്വയറി വന്നു, നമ്മളത് ചെയ്തു. നമ്മളിങ്ങനെ പഠിച്ചെടുത്ത് നമ്മൾ ചെയ്തു കൊടുത്തു. അത് നമുക്ക് ബിസിനസ് എന്താണെന്ന് അറിയില്ല, റേറ്റ് എങ്ങനെ പറയാമെന്നറിയില്ല, ഒരു വർക്കിന് എത്രത്തോളം പേയ്മെൻറ്റ് മേടിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം ഒരു 2 മാസം 3 മാസമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞത്, ആ പ്രൊജക്റ്റിന് ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അച്ചായൻ മുങ്ങി. അയ്യോ, നമ്മൾ വർക്ക് ചെയ്ത ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ വർക്ക് ചെയ്തൊക്കെ 3 മാസം വർക്ക് ചെയ്തു, പൈസ ഒന്നും കിട്ടില്ല. അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും വാങ്ങിയില്ല. അന്ന് നമുക്ക് അറിയില്ല അത് അഡ്വാൻസ് എന്താണെന്ന് അറിയില്ലല്ലോ. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി അപ്പോൾ 3 മാസം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ സാധനം ചെയ്ത് ഒരു എന്താ പറയുക, ഇങ്ങനെ തരിപ്പടിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ സാധനം നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡിസ്കഷൻ വരുന്നത്. ഫാമിലി ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ മജീദ് അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ട്, നമ്മളും അതിനെക്കുറിച്ച് ഇങ്ങനെ തപ്പുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ വർക്കുകൾ ചെയ്ത് ഒരു എന്താ പറയുക, അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് മജീദിന് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, MLM. ആ MLM-ൻ്റെ കൺസെപ്റ്റും നമ്മൾ ഈ ഫാമിലി ട്രീ കൺസെപ്റ്റും ഒരേ കൺസെപ്റ്റാണ്. അതായത് ഒരു റൂട്ടുണ്ടായിരിക്കും, ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ ചെയിൻ കൺസെപ്റ്റാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളെ ഫാമിലി ട്രീ കൺസെപ്റ്റിനോട് സിമിലറായിട്ട് തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തു, ഈ സാധനത്തെ നമ്മളൊരു MLM-ന് സൂട്ടാവുന്ന ബാക്ക് എൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസൈഡ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് തുടങ്ങി. ഈ സാധനത്തെ നമ്മളൊരു 1-2 മാസം ഇരുന്നിട്ട് ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കി. പിന്നെ അന്ന് SEO എന്നൊക്കെ പറയുന്നത് എവിടെ കൊണ്ടിട്ടും ലിങ്ക് പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ കൺസെപ്റ്റാണ്. ഓർക്കുഡ് ഉണ്ടായിരുന്നു, അതേപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഈ സാധനം ഡെവലപ്പ് ചെയ്തൊരു ചെറിയൊരു സൈറ്റ് ചെയ്തു. അന്ന് MLMsoftwareindia.com എന്ന് പറഞ്ഞ സൈറ്റായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കുർഗിൽ ഒരു ആളുണ്ട്, ഉമേഷ് നായർ എന്ന് പറഞ്ഞ മലയാളിയാണ്. ആളാണ് നമ്മുടെ ഫസ്റ്റ് MLM പ്രൊഡക്റ്റിലെ കസ്റ്റമർ. നമ്മൾ ഫസ്റ്റ് കസ്റ്റമറേയും ഫസ്റ്റ് ലവറേയും നമ്മൾ മറക്കില്ല. അത് സത്യമാണ്. കാരണം നമ്മളെ ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരാളാണ് ഈ ഫസ്റ്റ് കസ്റ്റമർ ഉമേഷ് നായർ. നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റിന് കോട്ട് ചെയ്ത് 30,000 രൂപ. 30,000 രൂപയ്ക്ക് പ്രൊജക്റ്റ് ആൾ ഓക്കെ പറഞ്ഞു, ചെയ്തു കൊടുത്തു. ഇത് 2009-ലാണ് 2010-ലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് കിട്ടി. ഒരു 30,000 രൂപത്തിൽ ഒരു 15,000 രൂപയുടെ അഡ്വാൻസ് കിട്ടി. നമ്മൾ അഡ്വാൻസ് മേടിച്ചതിന് ശേഷം ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പാഠം അവിടെ നിന്ന് കിട്ടി. ഏത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിക്കണം, അല്ലെങ്കിൽ പഴയ പോലെ മുങ്ങും. നമ്മളെ പള്ളിയിലച്ഛനെ നമ്മൾ കുറ്റം പറയുന്നില്ല കേട്ടോ. പള്ളിയിലച്ഛൻ നമ്മളെ കാണപ്പെട്ട ദൈവമാണ്. കാരണം ആ ഒരു നന്ദി എപ്പോഴും അദ്ദേഹത്തോടെ ഉണ്ടായിരിക്കും. പിന്നെ ഈ MLM-ൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MLM-ൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത ഒരാൾ എന്തായാലും ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഒരു MLM കമ്പനി തുടങ്ങാനുള്ള ചാൻസസ് 50 to 60% ഉണ്ട്. അപ്പോൾ അതാണ് അവർക്ക് കിട്ടുന്നത്. കാരണം സെയിലുണ്ട്, ഒരു പെട്ടെന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെയിൽ നടത്താൻ പറ്റും. 2010 MLM ഇൻഫിനിറ്റ് MLM എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്ത് തുടങ്ങി. 2010 കമ്പനി രജിസ്ട്രേഷൻ 2010 ആണ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ജസ്റ്റ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കമ്പനിയാണ് ഉണ്ടായിരുന്നത്. ഒരു ഒഫീഷ്യലായിട്ട് LLP ആയിട്ട് രജിസ്റ്റർ ചെയ്ത് 2010 അല്ല, ഇൻഫിനിറ്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻ ആയിരുന്നു. പക്ഷേ LLP എന്ന് പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്ത് 2010-ലാണ്. ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറിയത് 2010-ലാണ്. ഫസ്റ്റ് ഹയറിംഗ് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഹയറിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതായത് 2009 നമ്മൾ കമ്പനി തുടങ്ങി. 2009 നവംബർ 1-ാം തീയതിയാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് IOS എന്ന് പറഞ്ഞ സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്.
അതിനുശേഷം 2009 ജനുവരി 1-ാം തീയതിയാണ് എന്താ പറയുക IOSS.in എന്ന് പറഞ്ഞ സൈറ്റ് ലോഞ്ച് എന്താ പറയുക IOSS എന്ന് പറഞ്ഞ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് ഒഫീഷ്യലി ഇനാഗുറേഷൻ നടത്തുന്നത് 2009 ജനുവരി 1-ാം തീയതി. 2008 നവംബർ 1-ാം തീയതിയാണ് നമ്മൾ സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. 2010 ജൂലൈ 23-നാണ് ഒഫീഷ്യലി കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അന്ന് ശരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് NIT ഒരു ഇൻക്യുബേഷൻ ഹബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു സ്പേസ് കിട്ടിയതും അവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാനും പറ്റിയത്. അപ്പോൾ ഇന്ന് പ്രസൻ്റ്ലി ഇപ്പോൾ ഒരു ഇങ്ങനത്തെ 2-3 പേര് കോളേജ് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടൊക്കെ വരുന്ന അവർക്കൊരു സ്റ്റാർട്ടപ്പ് ഒരു ഡ്രീമുള്ള ആളുകൾക്ക് അവർക്ക് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണ് ഇപ്പോൾ കാലിക്കറ്റിൽ? ഒരു IT കമ്പനീസ് നിലയ്ക്ക് ജസ്റ്റ് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു കമ്പനി തുടങ്ങാൻ ആൾക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയതാണ്, അത് എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ സാധാരണ ഒരു IT കമ്പനി തുടങ്ങുന്നത് പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു ഓഫീസ് ഉണ്ടാക്കുന്നു, നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നിങ്ങളടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് ഉണ്ടാവും. പിന്നെ അത് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മതി നമ്മൾ ഓഫീസിൻ്റെയും ഇൻറ്റീരിയറിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻക്യുബേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു കാറ്റലിസ്റ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങി റൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇൻക്യുബേഷൻ സെൻറ്റർ പോലെയുള്ള സ്ഥാപനങ്ങൾ എന്തായാലും ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ്. ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. NIT മാത്രമല്ല, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളിലും കോവർക്കിംഗ് സ്പേസുകളുണ്ട്. ക്യാഫിറ്റ് പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, GTech ഉണ്ട്, നാസ്കോം ഉണ്ട്. ഇവരൊക്കെ സ്റ്റാർട്ടപ്പ് സപ്പോർട്ടീവ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം കോളേജ് കഴിഞ്ഞ് കൃഷ്ണേട്ടൻ്റെ കട എന്നല്ല പറഞ്ഞത്, കൃഷ്ണേട്ടൻ്റെ കടയിൽ പറ്റൊക്കെ ചെയ്ത് ഒരുപാട് കാലം അങ്ങനെ തട്ടിമുട്ടി ആദ്യമായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞ ആള് സ്പോട്ടിൽ മുങ്ങി. അങ്ങനെ ആ ഒരു കാലമൊക്കെ ഇങ്ങനെ തരണം ചെയ്തിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. ഇപ്പോൾ അത് 14 വർഷം റൺ ചെയ്ത് അതിൻ്റെ ഒക്കെ പുറമെ ക്യാഫിറ്റിൻ്റെ പ്രസിഡൻ്റായി ഇപ്പം നിൽക്കുന്നുണ്ട് ഗഫൂർ ഖാൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതായിരിക്കും, എന്താണ് ശരിക്കും ആക്ച്വലി ക്യാഫിറ്റ് എന്ന് പറഞ്ഞാൽ? ക്യാഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും IT എന്ന് പറയുന്നത് എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും ചിന്തിക്കുക ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇതൊക്കെയാണ് IT ഭൂപടത്തിൽ ഇടം പിടിച്ച സ്ഥലങ്ങൾ. ക്യാഫിറ്റ് എന്ന് പറയുന്നത് കാലിക്കറ്റ് ഫോറം ഫോർ IT. അതൊരു നോൺ പ്രോഫിറ്റ് ആയിട്ട് ഒരു ഫ്രണ്ട്സുകളുടെ, അതായത് IT കമ്പനീസ് റൺ ചെയ്യുന്ന ആളുകളുടെ ഒരു ചെറിയൊരു ഫ്രണ്ട്സ് കൂട്ടായ്മയാണ്. അത് തുടങ്ങാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലിക്കറ്റിലുള്ള കാഫിറ്റിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സായിട്ടുള്ള ദുലീപ്, സഹദേവൻ, അബ്ദുള്ളക്ക, അതേപോലെ സർഫ്രാസ്, സുരേഷ് കൊയിലാട്ട്, അതേപോലെ ഷെറിൻ എന്ന് പറഞ്ഞ ഈ 2007 2007. പിന്നെ നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ് ഹാരിസ് ഭായ്. കാരണം ഇവരെല്ലാവരും കൂടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കോഴിക്കോട്ടുകാരുടെ കൾച്ചറാണല്ലോ, ഇവരൊക്കെ ചായ കുടിക്കുക, കുറച്ച് നെറ്റ്വർക്ക് ചെയ്യുക, നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ചായ സൽക്കാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനിൽ കാണുന്ന ഒരു സംഭവമാണ്. എൻ്റെ നാട് പട്ടാമ്പി ആണെങ്കിലും ഞാൻ ഇപ്പോൾ പാതി കോഴിക്കോട്ടുകാരനായിട്ടുണ്ട്. അപ്പോൾ ചായ സൽക്കാരം, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് IT കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടെങ്കിലും കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് നമുക്ക് കാലിക്കറ്റിലേക്ക് ഒരു IT ഭൂപടത്തിൽ കാലിക്കറ്റിന് ഒരു ഇടം വേണം എന്നുള്ള രീതിയിൽ ഡിസ്കഷൻസൊക്കെ വന്നു. ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അതാണ് 2007 അവരൊരു ചെറിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. എന്നിട്ട് നമ്മളൊക്കെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു കേട്ടോ. 2009 ആവുന്ന ടൈമിൽ NIT ഉള്ള സമയത്ത് നമ്മളെ ഇതിലേക്ക് ഗ്രൂപ്പിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തു. നമ്മൾ കുട്ടികൾ പേടിച്ചിട്ട് ഇതൊക്കെ വലിയ ആൾക്കാരുടെ ഗ്രൂപ്പ്, അപ്പോൾ എണ്ണാവുന്ന കമ്പനീസ് ഏകദേശം ഒരു 10-15 കമ്പനീസ് ആയിട്ടാണ് അതിലേക്ക് അവരുടെ പരിപാടികളിലും ഇതിലൊക്കെ കണക്ട് ചെയ്യുന്നത്. നമ്മളോട് NIT നിന്ന് അവിടുത്തെ മാനേജർ പ്രീതി മാഡം പറയലുണ്ട്, ഇവിടെ പരിപാടി ഉണ്ട്, നിങ്ങൾ പോകണം, അവിടെ അറ്റൻഡ് ചെയ്യണം, അവരുമായിട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ. നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ പേടിയാണ്, കാരണം അവർ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്, ബിസിനസ് നടത്തി. അതെ, അപ്പോൾ പേടിയായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പോലും ഞാൻ 2-3 ഇവൻറ്റിലൊക്കെ അറ്റൻഡ് ചെയ്തു. ക്യാഫിറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് മലബാറിനെ അല്ലെങ്കിൽ കാലിക്കറ്റിനെ ഒരു IT ഭൂപടത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതായിരുന്നു ക്യാഫിറ്റിൻ്റെ എയിം ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്
കൂടുതൽ IT കമ്പനീസിനായിട്ട് കണക്ട് ചെയ്യുക, അവരെ കാലിക്കറ്റിലേക്ക് കൊണ്ടുവരിക. ആ സമയത്ത് കാലിക്കറ്റ് IT ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാഫിറ്റ് ഉണ്ട്, മലബാർ ചേംബർ ഉണ്ട്, കാലിക്കറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, അതേപോലെ കുറച്ച് ഓർഗനൈസേഷൻ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഓർഗനൈസേഷനായിരുന്നു സിറ്റി. അവിടെ നമ്മൾ കാഫിറ്റിൻ്റെ രീതിയിൽ ഒരു കാലിക്കറ്റിലേക്ക് പുതിയ IT പാർക്ക് കൊണ്ടുവരണം, അതിനുള്ള ഡിസ്കഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തും കാലിക്കറ്റിൽ നിന്ന് ഒമാൻ എയർവേസിന് സോഫ്റ്റ്വെയർ ചെയ്യുന്ന കമ്പനിയുണ്ട് 2007. അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഇൻറ്റേർണൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇവിടെ കാലിക്കറ്റ് ചെയ്തൊരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആയിരുന്നു. ആ സമയത്തും അങ്ങനെ സർവീസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഡിസ്കഷൻ്റെ ഒരു റിസൾട്ട് ഓർക്കുട്ടിന്റെ സമയമല്ലേ ആ സമയത്താണ് ഓർക്കുട്ട് ഇതിൽ അങ്ങനെയുള്ള ഡിസ്കഷൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങും അപ്പുറത്തെ UL സൈബർ പാർക്കും. അപ്പോൾ അതിൻ്റെ കാരണം അതൊക്കെ നമ്മളെ പൂർവികന്മാർ ഇപ്പൊ കാഫിറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാഫിറ്റിൽ 146 കമ്പനി ഇപ്പൊ കറന്റ്ലി ഉണ്ട്. ഇപ്പം ഗഫൂർക്കൊക്കെ നമ്മുടെ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഒരു സപ്പോർട്ടിനോ അങ്ങനെയൊന്നും ഒരാളടുത്ത് സമീപിക്കാൻ അങ്ങനെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു IT കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാഫിറ്റിനെ അപ്രോച്ച് ചെയ്താൽ എങ്ങനെയാണ് കാഫിറ്റ് ഹെൽപ്പ് ചെയ്യുക? ഡെഫിനറ്റ്ലി എന്തായാലും നമ്മൾ കാഫിറ്റിൻ്റെ മെയിൻ എയിം തന്നെ എന്താ പറയുക, മലബാർ ഏരിയയിലുള്ള കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, എന്താ പറയുക, തുടങ്ങിയ കമ്പനീസ് ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ നോക്കലില്ല. നമ്മൾ എന്തൊരു ഹെൽപ്പ് ചോദിച്ച്, കോഴിക്കോട്ടുകാർ വേറൊരു കൾച്ചർ കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ കോഴിക്കോട് നിന്ന് ഗ്രാസ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. അതായത് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് കോഴിക്കോട്ടുകാരുടെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ എന്ന് പറയില്ല. അതെങ്ങനെയെങ്കിലും സാധിപ്പിച്ചു കൊടുക്കും. കാഫിറ്റിലുള്ള ഒരു ക്വാളിറ്റിയും അത് തന്നെയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനിടയ്ക്ക്. അപ്പം ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് സ്പേസ് നോക്കി വന്നിട്ട്, അപ്പോൾ ഗഫൂർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റാത്ത അത്ര മുകളിൽ നിൽക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ അതേ പേടിയാണ്, പേടിച്ച് പുള്ളിനോട് സംസാരിക്കുക. അപ്പോൾ വലിയൊരു കമ്പനീൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സ്പേസ് കണ്ട്, പിന്നെ സെസ്സിൽ നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് പുള്ളീൻ്റെ അടുത്താണ് പോകുന്നത്. ഇതെന്താണ് സെസ്, ഇതിലിപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ പുള്ളി അവരുടെ പ്രൊജക്ട് റിപ്പോർട്ട് അതേപോലെ നമുക്ക് എടുത്ത് തന്ന് ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കിയാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച 2 ആഴ്ചയോളം നമ്മളെ ഫ്രീക്വൻ്റായിട്ട് ഫോളോ അപ്പ് എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറയണം തോന്നി. അപ്പോൾ കാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ചോദിച്ചില്ല. അപ്പോൾ കാഫിൻ്റെ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഓപ്പൺ ആണ്. സോ കാഫിറ്റ് ഇതിനേക്കാൾ ഓപ്പൺ ആയിരിക്കുന്നത്. കാഫിറ്റ് ഓപ്പൺ ആണ്, ഇൻഫിനിറ്റ് ഓപ്പൺ സോഴ്സ് ആണ്, എല്ലാം ഓപ്പൺ ആണ്. ഇതിൽ എനിക്ക് ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ആ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടല്ലോ സൈബർ പാർക്കിൽ, എനിക്ക് തോന്നുന്നു ഒരു 15ഓളം കമ്പനീസ് ആ പ്രൊജക്ട് റിപ്പോർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാനും പ്രസന്റ് ചെയ്യാനും. നേരത്തെ ഗഫൂർക്ക പറഞ്ഞല്ലോ ഈ കാഫിറ്റ് വെച്ചാൽ IT കമ്പനീസിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനാണ്. ഈ IT എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടോ? IT എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെയുണ്ട്. എന്താ പറയുക, സത്വ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ടെക്നോ പാർക്കിലൊക്കെ ആണെങ്കിൽ പ്രതിധ്വനി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ടൈം ടു ടൈം ഓരോ രീതിയിൽ ചെയ്യും. എന്നാൽ കാഫിറ്റിലേക്ക് ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ ഒരു ഇഷ്യൂ ആയിട്ട് വരികയാണെങ്കിലും കാഫിറ്റ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. കമ്പനീസിൻ്റെ ആയിക്കോട്ടെ, എംപ്ലോയീസിൻ്റെ ആയിക്കോട്ടെ, പലവരും. കാരണം ഏതാണെങ്കിലും കാലിക്കറ്റ് IT ഇപ്പോൾ എംപ്ലോയി നെഗറ്റീവ് ആയാലും കമ്പനി നെഗറ്റീവ് ആയാലും കാലിക്കറ്റ് ITക്കാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മൾ എന്തായാലും കൊടുക്കും. നമ്മൾ മലബാർ ഏരിയ, പ്രത്യേകിച്ച് കാലിക്കറ്റ് ആസ് ആൻ IT ഡെസ്റ്റിനേഷൻ ഒരു നെക്സ്റ്റ് 10 ഇയർ കൊണ്ട് ഗഫൂർഖാൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്തായിരിക്കും? 2010 ഞങ്ങൾ കമ്പനി തുടങ്ങുമ്പോൾ ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും റിസ്ക് ഉണ്ട്. ഒരാളെ കിട്ടില്ല, ഇൻ്റർവ്യൂവിന് ആളുകൾ കുറവായിരിക്കും. എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്റ്റാഫിനെ കിട്ടലും ഇതൊന്നും അത്ര റിസ്ക് അല്ല. കാരണം കാലിക്കറ്റിൽ ഇപ്പോൾ നമ്മൾ കാഫിറ്റിൽ തന്നെ 146 കമ്പനീസ് ഉണ്ട്. എന്നാൽ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ റീജിയനിൽ നമ്മൾ കമ്പനീസിൻ്റെ IT കമ്പനീസിനെ മാത്രം എണ്ണം എടുക്കുകയാണെങ്കിൽ 400-ലധികം കമ്പനീസ് ഈ റീജിയനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനീസ് ഉണ്ട്, 2 സൈബർ പാർക്ക് ഉണ്ട്,
ഒന്ന് UL സൈബർ പാർക്കും ഗവൺമെൻറ് സഹ്യ ബിൽഡിംഗ് ഗവൺമെൻറ് സൈബർ പാർക്കും. പിന്നെ അതുകൂടാതെ സൈബർ പാർക്കിന് പുറത്ത് കിൻഫ്ര പാർക്കുണ്ട്, രാമനാട്ടുകര വേറൊരു പാർക്കുണ്ട് വരാൻ പോകുന്നുണ്ട്, പിന്നെ ബിസിനസ് പാർക്കുണ്ട്. ഇവിടെയൊക്കെ IT കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, കേരളത്തിലെ നെക്സ്റ്റ് IT ഡെസ്റ്റിനേഷൻ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംശയം അതിനുണ്ടാവില്ല. കാരണം പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട്, 184 കോടി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ട് പുതിയ ബിൽഡിംഗ് ഗവൺമെൻറ് പാർക്കിൽ കാലിക്കറ്റ് തന്നെ. ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിനോട്, നമ്മളെ ഇരിക്കുന്ന ബിൽഡിങ്ങിനോട് പുറത്ത് അതിന്റെ അപ്രൂവലും നമ്മളതിൻ്റെ പുഷിങ്ങും കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അറ്റ് ലാസ്റ്റ് എന്തായാലും അത് ഗവൺമെൻറ് പ്രൊജക്റ്റാണല്ലോ, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ അത് പ്രോസസ്സായിട്ട് വരും. അതോടൊപ്പം തന്നെ UL സൈബർ പാർക്ക് അത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പാർക്കാണ്. അവരും ഇതേപോലെ ഒരു സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അതും എന്തായാലും അത് ഒരു 2-3 ഇയർ കൊണ്ട് ഈ 2 പാർക്കും അവിടെ ബിൽഡാവും. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് അല്ല, കേരള IT കോറിഡോർ എന്നുള്ള രീതിയിൽ കണ്ണൂർ കോഴിക്കോട് രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനി പാർക്കുകളുടെ സാധ്യതാ പഠനങ്ങൾ കൂടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ മലബാർ ഏരിയയിൽ ITന്റെ മുഖച്ഛായ തന്നെ മാറും. കാരണം ഈ കൊറോണ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്ന ഏരിയ എന്ന് പറഞ്ഞാൽ IT ആണ്. ഇപ്പൊ കേരളത്തിൽ ലാസ്റ്റ് അറൗണ്ട് വരുമാനം കൂടുതലുള്ള ടൂറിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമാനം കൂടുതൽ കൂടി എങ്ങനെയാണ് ITയുടെ മാത്രം ടേൺ ഓവർ പ്രാവശ്യം തീർച്ചയായിട്ടും ഗവൺമെന്റ് അതൊന്നും വലിയ സപ്പോർട്ട് തന്നെ ഉണ്ടാവും. പിന്നെ കൊറോണ സമയത്ത്, കൊറോണയ്ക്ക് ശേഷം ഈ സൈബർ പാർക്കിൽ തന്നെ അന്ന് ഇവിടെ 5 കമ്പനി വെച്ചിട്ടാണ് ഈ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. ഈ 5 വർഷം ലാസ്റ്റ് 2 വർഷം കൊറോണ ആയിട്ട് പോയിട്ട് പോലും ഈ പാർക്ക് കംപ്ലീറ്റ് ഒക്യുപ്പൻസി ആവാൻ ഒരു കുറഞ്ഞ ടൈമേ നമുക്ക് കൊറോണയ്ക്ക് ശേഷം ഒരു വിത്തിൻ 1 ഇയർ ഏകദേശം ഒരു 40-50 കമ്പനീസ് ഈ പാർക്കിൽ സ്പേസ് ഓക്യുപ്പൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, ഒരു കിട്ടും ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ അറിഞ്ഞതനുസരിച്ച് ഏകദേശം 84 കമ്പനി സൈബർ പാർക്കിൽ സ്പേസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ക്യൂവിലുണ്ട്. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഇവിടെയുള്ള കമ്പനീസിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ എൻ്റെ കമ്പനി ഇനി എക്സ്പാൻഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ സ്പേസ് കിട്ടാൻ കുറച്ച് റിസ്ക് ആണ്. അതൊരു ചാൻസ് കൂടും. ഇപ്പോഴും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടായിട്ടും കേരളത്തിൽ നിന്ന് ഇപ്പം യുവാക്കൾക്കൊക്കെ ആഗ്രഹം പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു താല്പര്യം കാണുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇനി മാറി വരും എന്നാണോ തോന്നുന്നത്? അല്ല, കേരളത്തിലെ ആളുകൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലുള്ള സാഹചര്യം അവർക്കറിയാം എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ജോലി. പിന്നെ കേരളത്തിലെ യുവാക്കൾ എന്തായാലും ഒരു ചേഞ്ചസ് എപ്പോഴും ആഗ്രഹിക്കുന്ന കൂട്ടത്തില്ല, ജോലി മാത്രമല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ ഹ്യൂമൻ റിസോഴ്സിനെ ശരിക്കും പറഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഫോറിൻ കൺട്രീസ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുണ്ട്. കാരണം ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ MNC കമ്പനിയുടെ തലപ്പത്ത് ഇന്ത്യക്കാരെ ഒരു മലയാളീസ് ഉണ്ടായിരിക്കും. നമ്മളെ ഈ സോഷ്യൽ ഈ കൾച്ചർ കൂടെ മാറിയാൽ അത് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ആവും. അതൊരു ഘടകമല്ലേ ശരിക്കും നമ്മളെ കേരളത്തിലുള്ള ഒരു, അതും ഒരു ഘടകം തന്നെയാണ്. സദാചാര പോലീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഈ കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള സദാചാരങ്ങളുണ്ട്. ഇപ്പൊ റീസെന്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തല്ലോ പബ്ബൊക്കെ വരാൻ പോകുന്ന IT പാർക്കിൽ. പബ്ബ് വരണം, അത് അങ്ങനെ ഒരു പോളിസി വന്നിട്ടുണ്ട്. അതെന്തായാലും ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. കാരണം IT വർക്ക് ചെയ്യുന്ന ആളുകളും, IT-ലല്ല എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്ന അവരുടേതായ വർക്കിന് അവർക്കൊരു എന്താ പറയുക കഴിവുണ്ട്. ആ IT വർക്ക് കുറച്ചുകൂടി മൈൻഡ് കൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലവർ കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ടൂറ് പോവും, ചിലവർ ഒരു ചെറിയ പാർട്ടിക്ക് പോവും, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവും. അതേപോലത്തെ ഉള്ള അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക പാർലറുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ചെറുതായി ചില്ല ഔട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങൾ പൊതുവികാരം അതിനെതിരാണെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ. ഡിപ്പെൻസ്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അതായത് ഇപ്പോൾ സത്യത്തിൽ കേരളത്തിലെ കൾച്ചർ എന്ന് പറയുന്നത് തന്നെ ചിലവർ എന്താ പറയുക ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളുകൾ പബ്ലിക്കായിട്ട് ചിലപ്പോൾ എതിർക്കും. പക്ഷേ രാത്രി പോയിട്ട് ഒളിഞ്ഞും പറഞ്ഞു കഴിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാഫിറ്റിൻ്റെ ഇതിൽ CPL എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തി. കാരണം ബീച്ചിൽ വെച്ചിട്ടായിരുന്നു ടൂർണമെൻറ്റ് കഴിഞ്ഞത് രാവിലെ 4:30. 3 ദിവസത്തെ പ്രോഗ്രാം, 3 ദിവസം രാവിലെ 4:30. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ബീച്ചിൽ 4:30 വരെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഓപ്പൺ
ടു ഓൾ എന്നുള്ള രീതിയിൽ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ സദാചാര പോലീസ് കയറും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ വിമൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരു 8ഓളം വിമൻസ് ടീമും പങ്കെടുത്തിരുന്ന ഒരു ടൂർണമെൻറ്റ്. 12 വിമൻസ് ടീം പങ്കെടുത്ത ടൂർണമെൻറ്റാണ്. രാത്രി 4:30 വിമൻസ് അല്ലെങ്കിൽ വിമൻസ് ടീം ബീച്ചിൽ ഓപ്പണായിട്ട് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെ, ഒരു പോയിന്റ് തന്നെയാണത്. CPLന്റെ വിജയം അതുപോലെ ഒരുപാട് പരിപാടികൾ ഇപ്പം കാഫിറ്റ് കൊണ്ടുവന്നല്ലോ. അത് ഇത്രത്തോളം സക്സസ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം, ഇതൊക്കെ ഇത്ര വിജയകരമായിട്ട്? അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിക്കറ്റിലുള്ള അല്ലെങ്കിൽ കോഴിക്കോടുള്ള നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരുടെ അടുത്തു നിന്നുള്ള സപ്പോർട്ട്. വേറൊരു കേസ് കൂടിയും പറയാം. ഈ സപ്പോർട്ടിൻ്റെ കേസ് പറയുമ്പോഴാണ് കാഫിറ്റ് റീബൂട്ട് എന്ന് പറഞ്ഞ ഇവൻറ്റ് എല്ലാ വർഷവും 2018 മുതൽ നടത്തുന്നുണ്ട്. റീബൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഫെയർ പ്ലസ് ഒരു എക്സ്പോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ് ഫെയർ ആണ്. കേരളത്തിലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ജോബ് ഫെയർ, IT കമ്പനീസിൽ വേണ്ടിയുള്ള ജോബ് ഫെയർ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 20,000-ഓളം ആളുകൾ സൈബർ പാർക്കിലെത്തി. ഏകദേശം നമ്മളൊരു 1000-ഓളം ജോബ് വേക്കൻസീസ് ആണ് നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു അതിൽ പകുതിയിലധികം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുവിധം 65ഓളം IT കമ്പനീസിൽ ഏകദേശം 600-700 ജോബ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ 2018-ലാണോ 19-ലാണോ അറിയില്ല, നമ്മൾ 2 ദിവസത്തെ കാഫിറ്റ് റീബൂട്ട് ജോബ് ഫെയർ പബ്ലിഷ് ചെയ്തു. ജോബ് ഫെയർ ഇപ്പോൾ നാളെയാണെന്നുണ്ടെങ്കിൽ ഇന്നെന്തോ ഇവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നു. ഇവിടെ കോഴിക്കോട് ഏരിയയിൽ എന്തോ ഒരു ഇൻസിഡൻറ്റ് നടന്ന് പിറ്റേ ദിവസം ഹർത്താലാണ്. പക്ഷെ ആ സമയത്ത് കോഴിക്കോടുള്ള ഓട്ടോ അസോസിയേഷനിൽ നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോടുള്ള എല്ലാ ഓട്ടോക്കാരും നിങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യാം. എന്നിട്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോടുള്ള ഈ ഹർത്താൽ എഫക്റ്റ് ചെയ്യാതെ കോഴിക്കോട് ഓട്ടോക്കാർ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ജോബ് ഫെയർ നടന്നു. അന്ന് ഏകദേശം 1800-ഓളം ആളുകൾ, 1800 അല്ല 4000 ആളുകൾ ഫസ്റ്റ് ഡേ ബസ് സർവീസ് ഇല്ല, പക്ഷെ ഓട്ടോക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ്, കോഴിക്കോട്ടുകാരാണ് നമ്മളെ. ഗവൺമെന്റ് സൈബർ പാർക്ക്, UL സൈബർ പാർക്ക്, അതുപോലെ കിംഫ്ര ഒക്കെ ശരിക്കും പറഞ്ഞാൽ സെസ്സിന്റെ അണ്ടറിലാണല്ലോ അണ്ടറിലാണല്ലോ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് സെസ്സിന്റെ അണ്ടറിൽ വരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇനി അങ്ങനെ ബെനിഫിറ്റ്സ് ഉണ്ടോ ഫ്യൂച്ചറിലേക്ക്? സെസ് അതൊരു പാസ്റ്റ് ടെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പോയിന്റാണ്. കാരണം ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സെസ്സിൽ വരുന്ന കമ്പനീസിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉള്ളത് ഡൊമസ്റ്റിക്കായിട്ട് പ്രൊക്യൂർ ചെയ്യുന്ന മെറ്റീരിയൽസിന് തരുന്ന വെൻഡേഴ്സ് LUT എടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 0 GST ആണ് SEZലേക്ക്. ഇപ്പോൾ പുതിയ ടെക്നോളജീസൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, AI, ML, ക്രിപ്റ്റോ, ബ്ലോക്ക് ചെയിൻ പോലത്തെ ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരുടെയൊക്കെ ഒരു പ്രശ്നം, കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത് ഒരുപാട് ജോബ്സ് ഒക്കെ ലൂസ് ആകുന്നുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു ട്രേറ്റ്സ് കാണാനുണ്ടോ ഇവിടെ കാലിക്കറ്റിൽ? കാലിക്കറ്റിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല, ജോലി നഷ്ടപ്പെടുക എന്നുള്ളൊരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഓരോ സാഹചര്യത്തിലും ഓരോ കാലഘട്ടത്തിലും ഏതൊരു ടെക്നോളജി വരികയാണെങ്കിലും ഒരു ജോബ് ചേഞ്ച് നമ്മൾ കാണലുണ്ട്. ഇപ്പോൾ പഴയ കാലത്ത് പറയുകയാണെങ്കിൽ പാടത്ത് പണിയെടുത്തുന്ന ആൾ ട്രാക്ടർ വന്നപ്പോൾ അവിടെ ജോലിയുടെ ഒരു ചേഞ്ചാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആസ് എ ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടും. പക്ഷേ ആസ് എൻ എംപ്ലോയി എന്നുള്ള നിലക്ക് നമ്മൾ നോളേജ് അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും. ഇപ്പോൾ റീസെൻ്റ്ലി ദുഃഖാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അവരുടെ CEO ഒരു ട്വിറ്റർ ഇത് സ്റ്റാറ്റസ് വായിച്ചിട്ടുണ്ട്. അവർ ഏകദേശം 79% വർക്ക് ഫോഴ്സിനെ ലേ ഓഫ് ചെയ്തു. അതിൻ്റെ റീസൺ പറയുന്നത് ഇത്രയും ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഒരു AI ടൂൾ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ത്രെട്ട് ഇല്ലേ? ത്രെട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ഡൊമൈനിലേക്ക് മാറും. അതാണ് ഇപ്പോൾ ത്രെട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വർക്കിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില ഡൊമൈൻസിൽ ഇപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഡൊമൈനാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഒരു കമ്പനി, ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ
ഈ ChatGPT അല്ലെങ്കിൽ അതേപോലത്തുള്ള ടൂള് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ അത് ആ യൂസ് ചെയ്യാൻ അറിയുന്ന ChatGPT യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകൾ നമ്മളെ കമ്പനിയിൽ വേണം. അതെ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചില കോഴ്സുകൾ എടുത്താൽ മാത്രമേ IT സ്കോപ്പ് ഉള്ളൂ എന്ന്. അപ്പോൾ ഗഫൂർക്ക പറയുന്ന 3 കോഴ്സ് ബെസ്റ്റ് IT. ഈ കോഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കോഴ്സുകൾ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ചിലപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചിലപ്പോൾ ചെയ്യും. അങ്ങനെയല്ല, പല കമ്പനീസിനും പല ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. കമ്പനീസിനെ ബേസ് ചെയ്ത് നോക്കും. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ നോക്കുകയാണെങ്കിൽ PHPയിലാണ് വർക്ക് ചെയ്യുന്നത്, പൈത്തൺ ഉണ്ട്, അതുകൂടാതെ നോഡ്, റിയാക്ട് ഇതൊക്കെയാണ് ഒരു IT-യിലുള്ള ഇത്. എന്നാൽ പഴയ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ജാവ, C++. പണ്ടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു C++ ബേസിക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ AI അല്ലെങ്കിൽ ഇതേപോലത്തുള്ള പുതിയ പുതിയ ലാംഗ്വേജുകൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും. ഇനി അടുത്തൊരു 1-2 വർഷത്തേക്ക് AI-യുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ AI മെഷീൻ സപ്പോർട്ടീവായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ എന്തായാലും ഒരു ഇത് വരും. അപ്പോൾ പൈത്തൺ ഓക്കെയാണ് പറയുകയാണെങ്കിൽ, എൻ്റെ കമ്പനിയുടെ ബേസ് നോക്കുകയാണെങ്കിൽ പൈത്തൺ ഓക്കെയാണ്, റിയാക്ട്, നോഡ് അതും ഓക്കെയാണ്. PHP ചിലവർ PHP ഇപ്പോൾ പഠിക്കും. ഇപ്പോൾ PHP ആളുകളെ കിട്ടാനില്ല, അതെ. .NET ആളുകളെ കിട്ടാനില്ല. പക്ഷേ .NETൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനീസ് എന്ത് ചെയ്യും? അപ്പോൾ .NETലും ആളുകൾ ആവശ്യമുണ്ട്. അത് ഓപ്പർച്യൂണിറ്റീസ് പലതും കുറഞ്ഞുകൊണ്ട് .NET ഇല്ലെങ്കിൽ എന്താ ആളെ കിട്ടാത്തത് കൊണ്ട് എന്താ ചെയ്യുക? അവർ ആ .NET ഡൊമൈനെ അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ആ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മൊത്തം ഡെവലപ്മെൻറ്റ് പൈത്തണിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പൈത്തണിലുള്ള ആളുകൾക്ക് സ്കോപ്പ് വരും. നാളെ പൈത്തൺ മാറിയിട്ട് വേറെ ഏതെങ്കിലും ടെക്നോളജി വന്നു കഴിഞ്ഞാലും അപ്ഡേറ്റ് ആയിരിക്കണം എന്നാണ്. ഈ നമ്മളിപ്പോൾ HCL അല്ലെങ്കിൽ വിപ്രോ ഒക്കെ പോലുള്ള ഒരു വലിയ വലിയ കമ്പനീസ് ഒക്കെ കേരളത്തിൽ നിന്ന് കുറച്ച് സമീപ ഭാവിയിലുണ്ടായി വരും. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിൽ നിന്ന് അങ്ങനെ ഒരു കമ്പനികൾ വളർന്നു വരാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ടല്ലോ. കോഡേഴ്സിനെ പോലുള്ള കമ്പനീസ് വരണം. അല്ല, ഏതൊരു കമ്പനിയുടെയും എയിം ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഏൺ ചെയ്യുക. അടുത്ത എന്താ പറയുക, ഒരു 50 കോടി 100 കോടി ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ എന്താ പറയുക 1000 കോടി ആവുന്നതിന് എന്തൊരു പേര് പറയുമല്ലോ, യൂണിക്കോൺ കമ്പനിയായിട്ട് മാറുക. അങ്ങനെയുള്ള ലെവലിലേക്ക് മാറുക എന്നുള്ളത് നമ്മൾ എയിം അത് തന്നെയാണ്. അപ്പോൾ കാലിക്കറ്റ് അഭിപ്രായത്തിൽ അങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസ് ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഒഴികെയുള്ള വേറെയും കമ്പനീസ് ഉണ്ട്. അത് നല്ല നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് പലർക്കും അവരുടെ പ്രൊഡക്റ്റിൻ്റെ ആനക്കാനയുടെ വലിപ്പം അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അവർ അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഗ്രോത്ത് പ്ലാനിങ്ങോട് കൂടി വന്നാൽ മാത്രമേ അതിനൊരു റിസൾട്ട് അവിടെ കണ്ടിട്ടുള്ളൊരു കാര്യം പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കഫിറ്റിൻ്റെ കീഴിൽ എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ? പല രീതിയിലുള്ള പ്രോഗ്രാംസ് നടത്തലുണ്ട്. എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു നമ്മളൊരു കാഫിറ്റ് ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തി. അതിലൊരു 15 കമ്പനീസാണ് അതിൽ പങ്കെടുത്തത്. അതിലെന്ന് വെച്ചാൽ ഈ 15 കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിപ്പോൾ എൻ്റെ കമ്പനി ഇപ്പോൾ 4 കോടിയാണ് ഇപ്പോൾ ബിസിനസ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ 5 കോടിയാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് വെക്കും. ഈ ബിറ്റ്വീൻ 15 കമ്പനീസ് ടാർഗറ്റ് വെക്കും. അടുത്ത 2 വർഷം കൊണ്ട് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതാക്കുക എന്നുള്ള രീതിയിൽ ഹെൽത്തി കോമ്പറ്റീഷനാണ്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല, ഹെൽത്തി മെൻറ്റർഷിപ്പ്. ആ 15 കമ്പനീസിൻ്റെ ഇടയിൽ മെൻറ്റർഷിപ്പ് നടത്തും. അങ്ങനെ ആ കാഫിറ്റ് ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ റിസൾട്ടായിട്ട് കാലിക്കറ്റിലുള്ള കുറേ കമ്പനീസ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറിയ കമ്പനീസ് ഉണ്ട്. പേരെടുത്ത് പറയാൻ പറ്റുന്ന കമ്പനീസുണ്ട്. ഒന്ന് അൻവർജിയുടെ മോസിലോർ അൻവർജിയാണ് അത് ഗൈഡ് ചെയ്തിരുന്നത്. ആ ഒരു പ്രോഗ്രാം ഹെഡ് ചെയ്തിരുന്നത് അൻവർജിയാണ്. അതുപോലെ നമ്മൾ 2000 ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് കുറേ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. സ്വീൻസ്, അജയ്, അങ്ങനെ കുറേ കമ്പനീസ് ആ നെക്സ്റ്റ് ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. കാഫിറ്റിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ സ്വന്തം കമ്പനി ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ നല്ലൊരു സ്പോർട്സ്മാനാണ്. മാരത്തോണൊക്കെ റൺ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
പിന്നെ അതേപോലെ ഫുട്ബോൾ കളിക്കും. അപ്പോൾ ഇവിടെ ഫ്ലാറ്റിൽ അപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഫാമിലിക്കൊക്കെ ഉള്ള ടൈം? ഇതിനൊക്കെ പുറമെ എന്താ പറയാ, നമ്മളെപ്പോ മെസ്സേജ് ചെയ്താലും ഒരു 5 minutes കൊണ്ട് എന്തായാലും റിപ്ലൈ കിട്ടും. അത് നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അതൊരു സ്പിരിറ്റ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ്. നമുക്കൊരു ആൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് കരുതുന്ന ഒരാളാണ്. പക്ഷെ അതിനൊരു ടൈമാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാത്തിനും കൂടിയുള്ള സമയം ഇവിടെ ഞങ്ങൾക്കും ഉണ്ട്, നടക്കാറില്ല. ഫോൺ എടുക്കാനുള്ള ഒരു ടൈം ചിലപ്പം സൈലന്റ് ഇട്ടിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആ സമയത്തൊക്കെ അത് അങ്ങനെ ശീലിച്ചു പോയി നമ്മളെ. അത് പറയാണല്ലേ, അതെ, ആ ട്രിക്ക് പുറത്ത് വിടില്ല. അത് അതിൻ്റെ ഒരു പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോയി തലവെക്കുക എന്നുള്ളത്. ആവശ്യമില്ലാത്തതിലും ആവശ്യമില്ലാത്തതിലും പോയി തലവെക്കുക എന്നുള്ളൊരു ഇതുണ്ട്. കുറേ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് തന്നെ പോവുകയാണോ? അതല്ല ടൈമിനനുസരിച്ച് ഷെഡ്യൂളിംഗ് ഒന്നുമില്ല. പിന്നെ നമ്മളെല്ലാത്തിനും ടൈം കാണണം. ഞാൻ ആക്ച്വലി കോളേജ് പഠിക്കുന്ന സമയത്താണ് ഈ ബ്ലോഗിങ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ഇത് ഏകദേശം വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ വിചാരിച്ചത് നാട്ടിൽ പോയിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അത് ഭയങ്കര ഡ്രീമായിരുന്നു. അപ്പോൾ കാലിക്കറ്റിൽ ഏതൊക്കെ കമ്പനീസുകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ IOSS, വിനാം, സ്വീൻസ്, പിന്നെ ഓഫൈറ്റ്, ഐപിക്സ് നമ്മളെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കമ്പനീസൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള. അപ്പോൾ നിങ്ങളൊക്കെ ഫോട്ടോസ് ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഡെയിലി ഞാൻ എടുത്തു പോകും. നൈറ്റൊക്കെ IOSSൻ്റെ സൈറ്റൊക്കെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം എടുത്തു നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ എത്തണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് 10X ഉള്ള സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളൊരു സെഷൻ ഉണ്ടായിരുന്നു അവിടെയുള്ള ബിസിനസ് ഓണേഴ്സിനെ വിളിച്ചുകൊണ്ടുള്ള. അപ്പോൾ അന്ന് നിങ്ങൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര റിലേറ്റബിളൊക്കെ ആയിട്ട് തോന്നി. നമ്മളെ കഥകൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ട്രഗിൾ ചെയ്തതും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫസ്റ്റ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു, നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര റിലേറ്റബിളാണ്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി ഇങ്ങനെ ഒരേ സോഫയിലിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഗ്രോത്തിൽ പിന്നെ IOSSനും ഗഫൂർക്കും ക്യാഫിറ്റിനുള്ള പങ്ക് എന്ന് പറയുന്നതും ഇതിപ്പോൾ ജസ്റ്റ് ഒരു വേർഡ്സിൽ അങ്ങനെ ഒരു നന്ദി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഇനി വളർന്നു വരുന്ന ആളുകൾക്കും ശരിക്കും എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ക്യാഫിറ്റ്. എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള പേഴ്സണാണ് ഗഫൂർക്ക. അപ്പോൾ ഇത് ഇനി മുന്നോട്ടും ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് തുടർന്ന് പോകാൻ പറ്റട്ടെ. ഡെഫിനറ്റ്ലി നമ്മളെ അതെ, കാലിക്കറ്റിലെ IT ഇനി ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 2X ടൈംസ് അല്ലെ 10X ടൈംസ് ആവട്ടെ. അടിപൊളിയാവട്ടെ എല്ലാം. താങ്ക് യു സോ മച്ച്.